30 വീടുകൾ വാഗ്ദാനം ചെയ്തു, ഫണ്ടും പിരിച്ചു. പക്ഷെ അക്കൗണ്ടിൽ കാശില്ല. ഉള്ളത് വെറും 88 ലക്ഷം രൂപ മാത്രം. കണക്കുകൾ പ്രകാരം പിരിച്ചത് 5 കോടിയോളം രൂപയാണ്. അപ്പോൾ ബാക്കി എവിടെ പോയി? പണം പിരിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തവർ ചോദ്യശരങ്ങൾ എയ്യുമ്പോൾ ഉത്തരമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഒരു വേദനയോടെ അല്ലാതെ ഓർക്കാൻ കഴിയാത്തവരാണ് നമ്മൾ മലയാളികൾ. ദുരന്തബാധിതർക്ക് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി പേരാണ് അന്ന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ വെച്ച് നൽകാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി നടത്തിയ ഫണ്ട് പിരിവ് എത്തി നിൽക്കുന്നതാവട്ടെ സമാനതകളില്ലാത്ത സാമ്പത്തിക തട്ടിപ്പിലും. ആകെ അക്കൗണ്ടിൽ വന്നത് 88 ലക്ഷം രൂപ മാത്രമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചെടുത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ തുക കണക്ക് കൂട്ടിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാദം വ്യാജമാണ് എന്ന് തെളിയുന്ന കാര്യമാണ്. മുണ്ടക്കയിൽ 8 ലക്ഷം രൂപയുടെ 30 വീടുകൾ, അതിനായി സംസ്ഥാന കമ്മിറ്റി പിരിച്ചെടുക്കുന്ന 2,40,00,000 രൂപയും ഒപ്പം സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന തുകയും ഉപയോഗിക്കും എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനായി ഒരു മണ്ഡലം കമ്മിറ്റി 2 ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കണം എന്നുള്ള നിർദ്ദേശവും വെച്ചിട്ടുണ്ടായിരുന്നു. നിർദ്ദേശിച്ച തുക പിരിച്ചു നൽകാൻ കഴിയാത്ത മണ്ഡലം പ്രസിഡന്റുമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാനും നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം കമ്മിറ്റികൾക്ക് നിർദ്ദേശിച്ച തുകയും ചില കമ്മിറ്റികൾ നിർദ്ദേശിച്ചതിന്റെ ഇരട്ടിയിലധികം തുകയും പിരിച്ചു നൽകിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കോഴിക്കോട് സൗത്ത് അസംബ്ലി കമ്മിറ്റി 4.3 ലക്ഷം രൂപ, കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി 3.5 ലക്ഷം രൂപ, വടകര മണ്ഡലം കമ്മിറ്റി 2.5 ലക്ഷം രൂപ, ഇരിക്കൂർ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റികൾ 2.5 ലക്ഷം രൂപ വീതം എന്നിങ്ങനെ പോകുന്നു പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കുകൾ മാത്രം. ഇത് മാത്രം കൂട്ടുകയാണെങ്കിൽ 15 ലക്ഷം രൂപ വരും. അങ്ങനെയാണെങ്കിൽ 140 മണ്ഡലം കമ്മിറ്റികൾ ശരാശരി 2.5 ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ 3.5 കോടി അക്കൗണ്ടിൽ വരേണ്ടതല്ലേ? ഇതുകൂടാതെ വിദ്യാർത്ഥി സംഘടനയായ KSU വഴിയും മറ്റ് സംഘടനകൾ വഴിയും പിരിവ് നടത്തിയിട്ടുമുണ്ട്. അടൂരിൽ KSU പ്രവർത്തകർ 2 ലക്ഷം രൂപ വീതം പിരിച്ചു നൽകിയത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കാര്യമാണ്. അപ്പോൾ പിരിച്ചെടുത്ത തുക ആകെ 5 കോടിയോളം വരും. പിരിവ് കാര്യക്ഷമമായി തന്നെ നടന്നുവെങ്കിലും പിന്നീട് ഈ ഫണ്ടിനെ കുറിച്ചോ വീട് നിർമ്മിച്ച് നൽകുന്നതിനെ കുറിച്ചോ യാതൊന്നും പറഞ്ഞ് കേൾക്കുന്നുമില്ല. ഇത്രയധികം തുക പിരിച്ചെടുത്തിട്ടും 30 പോയിട്ട് ഒരു വീടിന് പോലും കല്ലിടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമില്ല. പരസ്യമായി പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യത്തിൽ തുടരുന്ന മൗനം ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന കാര്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. തട്ടിപ്പ് പുറത്തായപ്പോൾ കത്തയച്ചു എന്നായി അടുത്ത കള്ളം. ഭവന പദ്ധതികൾക്കായി ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ചു എന്നുള്ള വാദം സർക്കാർ വൃത്തങ്ങൾ തന്നെ തള്ളിയിരിക്കുകയാണ്. തടി തപ്പാനുള്ള ആ നീക്കവും 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 25 വീടുകൾ വാഗ്ദാനം ചെയ്ത DYFI പക്ഷേ 100 വീടുകൾ വെച്ച് നൽകുന്നതിനുള്ള ധാരണാപത്രവും സമാഹരിച്ച 20 കോടി രൂപയും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിട്ടുണ്ടായിരുന്നു. AYF 1 കോടി രൂപയും നൽകി. പക്ഷെ അപ്പോഴൊന്നും യൂത്ത് കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. മുഖ്യമന്ത്രി വീട് സ്പോൺസർ ചെയ്തവരുടെ യോഗം വിളിച്ചപ്പോഴാവട്ടെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തിട്ടുമില്ല.